ഞാൻ ചെന്ന് പഠിക്കുന്ന സമയത്ത് സെൽവൻ സാറ് അവിടെ ഉണ്ടായിരുന്നു. ഈ ഗെയിം എ ലോട്ട് ചേഞ്ച് ഇൻ ബാസ്കറ്റ്ബോൾ. കാരണം എന്നെ ശരിക്കും ഒരു ബോൾ ഹാൻഡ്ലിങ്ങിലോട്ട് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. ഈ സംതിങ് ലൈക്ക് എനിക്ക് ഒരിക്കലും വിസ്മരിച്ചുകൂടാം അദ്ദേഹത്തിന്. കാരണം ഇദ്ദേഹം വെരി ഗുഡ് കോച്ച്. ഞങ്ങളെ ഞങ്ങൾ കോച്ചായിട്ട് തന്നെ ഞങ്ങൾ ഒരു ടീം മേറ്റ് ആയിട്ടാണ് കണ്ടിരുന്നത്. ഞങ്ങളുടെ കൂടെ എല്ലാ ദിവസവും അദ്ദേഹം കളിക്കാൻ വരും. ഞങ്ങൾ കോച്ചായിട്ട് അച്ഛൻ കൊണ്ടുവരുമെങ്കിലും കോച്ചായിട്ട് അച്ഛൻ ഒരിക്കലും ഞങ്ങൾക്ക് വേണ്ടി ഇരുന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അച്ഛൻ എപ്പോഴും ഞങ്ങൾക്ക് പ്ലെയറായിട്ട് തന്നെയായിരുന്നു വന്നിരുന്നത്. ഞങ്ങളായിട്ട് പ്ലെയേഴ്സിലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്ന അല്ലെങ്കിൽ അഗ്രസീവായിട്ട് കളിക്കുന്ന ഞങ്ങളെക്കാളും അഗ്രസീവായിട്ടാണ് അച്ഛൻ കളിച്ചത്. അപ്പോൾ അവർ ഉണ്ടായിരുന്ന കാലഘട്ടത്താണ് പെർഫോം ചെയ്തിരുന്നത്. ആ പെർഫോമൻസ് പിൻകാലങ്ങളിൽ കുറഞ്ഞു പോയി. അപ്പോൾ അത് മേ ബി അവരുടെ ആ സ്പോർട്സിനോടുള്ള ഇൻട്രസ്റ്റാണ്. പണ്ടൊരു സീനിയർ ഓഫീസറെ കണ്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു, ഞാൻ പോലീസിൻ്റെ ഇതുകൊണ്ട് അടുത്ത് പറയുന്നത്, ആ ഒരു ചേഞ്ച് സ്പോർട്സുകാർ ആ ഹൈ റാങ്കിലോട്ട് വന്നപ്പോൾ പോലീസിൽ തന്നെ മാറ്റങ്ങളുണ്ടായി. മുമ്പ് പറഞ്ഞ വിശ്വപ്പൻ സാറും വടക്കേക്കുള അച്ഛനെ പറഞ്ഞ് സൂചിപ്പിച്ചല്ലോ. അപ്പം ബാസ്കറ്റ്ബോളിൻ്റെ ഈ ഒരു വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനിച്ചിരുന്ന കോച്ചോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റോ എവിടെ നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത്? എന്നെ സംബന്ധിച്ച് സ്പോർട്സ് സ്കൂളിൽ ഞാൻ വരുമ്പോൾ വേണുഗോപാൽ സാറ് ആലപ്പുഴ ജി വി രാജയിൽ അദ്ദേഹം എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഘടകമാണ്. അത് സ്കൂൾ ലെവലിൽ കഴിഞ്ഞ് ഞാൻ കേരളമേ പോകുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോച്ച് വേണു സാറായിരുന്നു. അതേപോലെ കേരളമയുടെ കോച്ചായിരുന്ന സെൽവരാജ് സാർ, പുള്ളി തമിഴ്നാട്ടുകാരനാണ്. ഞാൻ ചെന്ന് പഠിക്കുന്ന സമയത്ത് സെൽവൻ സാറ് അവിടെ ഉണ്ടായിരുന്നു. ഈ ഗെയിം എ ലോട്ട് ചേഞ്ച് ഇൻ ബാസ്കറ്റ്ബോൾ. കാരണം എന്നെ ശരിക്കും ഒരു ബോൾ ഹാൻഡ്ലിങ്ങിലോട്ട് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. ഈ സംതിങ് ലൈക്ക് എനിക്ക് ഒരിക്കലും വിസ്മരിച്ചുകൂടാം അദ്ദേഹത്തിന്. കാരണം ഇദ്ദേഹം വെരി ഗുഡ് കോച്ച്. കാരണം പ്ലെയേഴ്സിന് മുമ്പേ തന്നെ ഗ്രൗണ്ടിൽ വരിക, പ്ലെയേഴ്സിൻ്റെ ഓരോ വീക്ക്നെസ്സും അല്ലെങ്കിൽ അവരെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യിക്കണമെന്നും എത്രമാത്രം ടീമിനെ ഒരുമിച്ച് കൊണ്ടുപോകണമെന്നും റിയലി ഹെൽപ്പ് മീ ലോട്ട്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ തിരിച്ചു വരുവാണെങ്കിൽ പിന്നെ വരുന്ന കാലഘട്ടത്തിൽ വരുവാണെങ്കിൽ ഫെൻസാർ, വിശ്വപ്പൻ സാറ്, ഈ പറയുന്ന ബിവിൻ സാറ്, നായർ സാറ്, ഇവരൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ എൻ്റെ ഒരു ചേഞ്ച് ഉണ്ടായത് ഞാൻ ജൂനിയർ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുമ്പോൾ സുബ്രഹ്മണ്യം സാറ്, അദ്ദേഹമാണ് ഞങ്ങളുടെ ജൂനിയർ ടീമിൻ്റെ കോച്ച്. ഈ ഗെയിം എ കോൺഫിഡൻസ് ഞാൻ പറഞ്ഞറിയിക്കാൻ പറ്റും. കാരണം വളരെയധികം എൻ്റെ ബാസ്കറ്റ്ബോൾ കരിയർ ബിൽഡപ്പ് ചെയ്യാൻ സഹായിച്ചു. പിന്നെ ടിസ്കോയിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ശങ്കരൻ സാറായിരുന്നു. ശങ്കരൻ സാർ ഒത്തിരി ഇത് ചെയ്തു. അതേപോലെ തന്നെ തിരിച്ച് ഞാൻ പോലീസിൽ വന്ന് ജോയിൻ ചെയ്തപ്പോൾ അലക്സ് സാർ. പിന്നെ ഓഫ് കോഴ്സ് സീനിയർ പ്ലെയേഴ്സ്. ഞാൻ എൻ്റെ എന്തോ ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ഞാൻ എവിടെ ചെല്ലുമ്പോഴും എനിക്ക് വേണ്ടി ഒരു പൊസിഷൻ എടുക്കുകയോ അല്ലെങ്കിൽ എന്നെ വേണ്ടി ഒരു കോച്ചോ ഒരു സീനിയർ പ്ലെയേഴ്സോ എന്നെ ടേക്ക് കെയർ ചെയ്യാനായിട്ടുള്ള എനിക്കൊരിക്കലും ഒരു ബുദ്ധിമുട്ട് ഒരു അവസരങ്ങളിലും. ഞാൻ നിങ്ങളുടെ ടീമിനെ കാണുമ്പോൾ ഈ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണ പോലെ വടക്കേക്കുള അച്ഛൻ നിങ്ങളെയും കൊണ്ട് ടീമിനെയും കൊണ്ട് വരുന്നതാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ വടക്കേക്കുള അച്ഛനെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല. അച്ഛകളെ ഞങ്ങൾ കോച്ചായിട്ട് തന്നെ ഞങ്ങൾ ഒരു ടീം മേറ്റ് ആയിട്ടാണ് കണ്ടിരുന്നത്. ഞങ്ങളുടെ കൂടെ എല്ലാ ദിവസവും അദ്ദേഹം കളിക്കാൻ വരും. ഞങ്ങൾ കോച്ചായിട്ട് അച്ഛൻ കൊണ്ടുവരുമെങ്കിലും കോച്ചായിട്ട് അച്ഛൻ ഒരിക്കലും ഞങ്ങൾക്ക് വേണ്ടി ഇരുന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അച്ഛൻ എപ്പോഴും ഞങ്ങൾക്ക് പ്ലെയറായിട്ട് തന്നെയായിരുന്നു വന്നിരുന്നത്. ഞങ്ങളായിട്ട് പ്ലെയേഴ്സിലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്ന അല്ലെങ്കിൽ അഗ്രസീവായിട്ട് കളിക്കുന്ന ഞങ്ങളെക്കാളും അഗ്രസീവായിട്ടാണ് അച്ഛൻ കളിച്ചിരുന്നത്. അച്ഛൻ ഇപ്പോഴും ആണെങ്കിലും അച്ഛൻ എന്നെ സംബന്ധിച്ച് അച്ഛനാണ് ടെക്നിക്കൽ ഇപ്പോഴും മാസ്റ്ററാണ്. റഫറി, ഇന്റർനാഷണൽ റഫറി ആയിരുന്നു. ഇപ്പോഴും ക്ലിനിക്കുകൾ എടുക്കാറുണ്ട്. അച്ഛൻ ഞങ്ങൾ കളിക്കുമ്പോൾ അച്ഛൻ പ്രസൻ്റാണ് ഗ്രൗണ്ടിൽ. ഞങ്ങളോട് വൈകുന്നേരം രാവിലെ കാണത്തില്ല. മിക്കപ്പോഴും ചില ദിവസങ്ങളിൽ രാവിലെ വരും ഫ്രീ ആണെങ്കിൽ, അല്ലെങ്കിൽ വൈകുന്നേരങ്ങൾ നിർബന്ധമായിട്ട് കേരള SB കോളേജിൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ ടീമിൻ്റെ കൂടെ കളിക്കാൻ വന്നിട്ടില്ലെങ്കിലും ഞങ്ങളുടെ പ്രാക്ടീസ് ചെയ്യുന്ന അവസരങ്ങളിൽ തീർച്ചയായിട്ടും അച്ഛൻ ഗ്രൗണ്ടിലുണ്ടാകും. അപ്പം അച്ഛനൊരു കോച്ചായിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ട് ഞങ്ങളൊരു
അല്ലെങ്കിൽ സീനിയർ പ്ലെയറായിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഞങ്ങളുടെ മെയ്റ്റായിരുന്നു, ക്ലാസ്മേറ്റ് പോലെ ടീംമേറ്റ് ആയിരുന്നു. അത്രമാത്രം അച്ഛന് എടുത്ത് പറയാത്തതിന് കോച്ച് എന്നുള്ള നിലയിൽ അച്ഛൻ വന്നിട്ടില്ല. അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇത് ഇന്ന ഡിഫക്റ്റുകളുണ്ട്, ഇന്ന കാര്യങ്ങളാണ്, ഇന്നൊക്കെ പറഞ്ഞു തരുന്നു. ഒരു കോച്ചായിട്ട് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി നിന്നത് ഞാനുള്ള സമയങ്ങളിൽ വന്നിട്ടില്ല. കളിക്കാൻ പറ്റുമായിരുന്നു. ഞങ്ങളുടെ നാട്ടിലെ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന് വരുമ്പോൾ അച്ഛനാണ് നിങ്ങളെ കൊണ്ട് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, അച്ഛൻ്റെ കീഴിൽ കുറച്ച് കുട്ടികൾ വരുന്നു, അവർ കാണിക്കുന്ന ഒരു പെർഫോമൻസ് അത് ആരെയും വിസ്മയിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ തോന്നിയ ഒരു ആരാധന ആ പല പ്രദേശങ്ങളിലും നിങ്ങളോടുണ്ടായി. ആ കാലഘട്ടത്തിലുണ്ടായ ഒരു അഭിനിവേശം മറ്റുള്ളവരോടൊക്കെ ഇപ്പോൾ ബാസ്കറ്റ്ബോളിൽ വരുന്നില്ല. ഇപ്പോൾ കുറച്ചാൾ നിൽക്കുന്നു, കുറേ പേര്, അത് കഴിഞ്ഞ് അവർ പോകുന്നു, ഓരോ ഹൈറ്റ് കുറച്ച് ഡങ്ക് ചെയ്യുന്നു, അങ്ങനെ അവരുടേതായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് കാണിച്ചിട്ട് അവരങ്ങ് പോവുകയാണ്. പക്ഷെ അവർ നിലനിൽക്കുന്നില്ല. ഇങ്ങനെയുള്ളവരെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒക്കെ നിങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസ് ഉപയോഗിച്ചുകൂടെ? ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഉപയോഗിക്കുന്നത് ഞങ്ങൾക്ക് അത് മോട്ടിവേറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളൊരു പരിധിയിൽ കൂടുതൽ അവരുടെ പേഴ്സണൽ ഈ എക്സ്പീരിയൻസ് അവരെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർ എത്രമാത്രം അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതിനൊരു അല്ല, അവരെയൊക്കെ നമുക്ക് ജോലിയിൽ ഒക്കെ കേരളത്തിൽ തന്നെ നിലനിർത്താനും അതിന് സർക്കാരിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും നമ്മുടെ ഒരു ടീം നിങ്ങൾ കൊണ്ടുകൂട്ടി അതൊക്കെയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അവരെയൊക്കെ കേരളത്തിൽ തന്നെ നല്ല കോച്ചിനെയും ഇവിടെ നിലനിർത്താനും നല്ല ജോലിയിൽ അവരെ പ്രവേശിപ്പിച്ച് അവരെ ഇവിടെ തന്നെ നിർത്താനും കൂടുതൽ കാലം അവരെ കളിപ്പിക്കാനും. നിങ്ങളൊക്കെ 19 വർഷം വരെയൊക്കെ കളിച്ചു എന്ന് പറയുന്നു. പക്ഷേ ഇവരെയൊക്കെ അത്രയും നാൾ അവരുടെ ടാലൻറ്റ് ഉള്ളിടത്തോളം കാലം കളിപ്പിക്കാനായിട്ട് ഉള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അതിപ്പം ഒരു പരിധി വരെ ഉള്ളൂ ഞങ്ങൾക്ക് റോളുള്ളൂ. ബാക്കി ചെയ്യേണ്ടത് ഗവൺമെൻറ്റും അത് ഡിപ്പാർട്ട്മെൻറ്റുമാണ് ചെയ്യേണ്ടത്. കാരണം ഞങ്ങൾ വന്ന് ചെയ്ത സമയത്തും സീനിയർ പ്ലെയേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷൻ അല്ല, കൂടുതലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേലധികാരികളുടെ ഇൻട്രസ്റ്റ് ആയിരുന്നു. MK സാറ്, ഗോപി സാറ്, മധുസൂദൻ സാറ്, അങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ വളരെയധികം ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഉണ്ടായിരുന്ന കാലഘട്ടത്താണ് പെർഫോം ചെയ്തിരുന്നത്. ആ പെർഫോമൻസ് പിൻകാലങ്ങളിൽ കുറഞ്ഞു പോയി. അപ്പോൾ അത് മേ ബി അവരുടെ ആ സ്പോർട്സിനോടുള്ള ഇൻട്രസ്റ്റ് ആണ്. ഞാനിപ്പോൾ എടുത്തു പറയാനുണ്ട്. വേറൊരു കാര്യം പറയാൻ തന്നെ, ഈ സ്പോർട്സ് ചെയ്തു വന്നിരുന്ന വ്യക്തികൾ സ്പോർട്സ് കഴിഞ്ഞ് അവരുടെ ഔദ്യോഗിക ജീവിതത്തിലോട്ട്, മീൻസ് പോലീസിൻ്റെ മീൻസ് ഡ്യൂട്ടിയിലോട്ട് വന്നപ്പം ആരും തന്നെ ആ പോലീസിങ്ങിൽ അല്ലെങ്കിൽ ട്രെയിനിങ്ങിലായിട്ട് പോലീസിങ്ങായിട്ട് VIP ഡ്യൂട്ടിയിലായിക്കോട്ടെ, എന്ത് ഡ്യൂട്ടിയിലും ആർക്കും പുറകോട്ട് പോയിട്ടില്ല. പണ്ട് കാലം ഞങ്ങളുടെ പോലീസിൽ ഉണ്ടായിരുന്ന കീഴ്വഴക്കങ്ങൾ പലതും തേച്ച് മാച്ച് കളയുകയും പോലീസും താഴെ ഓഫീസേഴ്സും താഴെ ലെവലിലുള്ള മീൻസ് സബോർഡിനേറ്റ് ആയിട്ടുള്ള പോലീസുകാരും തമ്മിലുള്ള റിലേഷൻസ് വളരെയധികം ചേഞ്ച് ഉണ്ടായി. പണ്ടൊരു സീനിയർ ഓഫീസറെ കണ്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു, ഞാൻ പോലീസിൻ്റെ ഇതുകൊണ്ട് അടുത്ത് പറയുന്നത്, ആ ഒരു ചേഞ്ച് സ്പോർട്സുകാർ ആ ഹൈ റാങ്കിലോട്ട് വന്നപ്പോൾ പോലീസിൽ തന്നെ മാറ്റങ്ങളുണ്ടായി. കാരണം അവർക്ക് ഓപ്പൺ അപ്പ് ചെയ്തൊന്ന് അവരുടെ ബുദ്ധിമുട്ടുകൾ പറയാനും ലീവ് ചോദിക്കാനും, സാർ ഇന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് പറയാൻ അവർക്ക് വേദിയുള്ളൂ. അടുപ്പം, റിലേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഫ്രീ ആയിട്ട് വന്ന് കണ്ട് കാര്യം പറഞ്ഞ് അവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാനും പറയാനും തനി പോലീസാകാൻ കഴിയില്ല. തനി പോലീസാകാൻ പറ്റില്ല. കാരണം സ്പോർട്സിൽ കുറേ ഫ്രീഡം ഉണ്ട്. അത് കുറേ എൻജോയ് ചെയ്ത് ഞങ്ങൾക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഇവർക്ക് ഇപ്പം ഞങ്ങളൊക്കെ റിട്ടയർ ചെയ്യപ്പോൾ ഞങ്ങൾക്ക് ഓരോ യൂണിറ്റിൻ്റെ ഹെഡായിട്ട് ഇരുന്നപ്പോഴത്തേക്കാണെങ്കിൽ തന്നെയും പോലീസുകാർക്ക് വളരെ ഫ്രീ ആയിട്ട് വന്ന് കമാൻഡറിനെ കാണാൻ. ഞങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു കമാൻഡറിനെ കാണുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രൈം മിനിസ്റ്ററിനെ അല്ലെങ്കിൽ പ്രസിഡന്റിനെ കാണുന്ന ആ ഒരു ഹൈറാർക്കിയായിരുന്നു ചെയ്തിരുന്നത്. ഞങ്ങൾ വന്ന് ആ പോസ്റ്റുകളിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ സ്പോർട്സുകാരെന്ന നിലയിൽ വളരെയധികം വ്യത്യാസങ്ങൾ ഒരേ യൂണിറ്റുകളിൽ അടുപ്പം വളരെയധികം കൂടി. കാരണം അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞു. ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് അങ്ങനത്തെ പല ചേഞ്ചുകളും സ്പോർട്സുകാർ, അതുപോലെ അവരുടെ ഡ്യൂട്ടിയിലും ഓരോ സ്ഥലങ്ങളിൽ ഔട്ട്സൈഡ് ഡ്യൂട്ടീസ്, കേരളത്തിന് പുറത്ത് കോമൺവെൽത്ത് ഡ്യൂട്ടി, VIP ഡ്യൂട്ടി, ഇലക്ഷൻ ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ വളരെ ഫ്രീ ആയിട്ട് വളരെ സുഗമമായിട്ട് അവരുമായിട്ട് പോവുകയും പല അവസരങ്ങളിൽ കളിക്കാൻ പഴയ കളിക്കാരെന്ന നിലയിൽ പഞ്ചാബിലും UP-യിലും ഒക്കെ ചെല്ലുമ്പോഴത്തേക്കും സ്പോർട്സുകാരൻ എന്ന നിലയിൽ കിട്ടിയ ഒരു പരിഗണന മറ്റ് ഓഫീസേഴ്സിന് ഇല്ലാത്ത പരിഗണന ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ബാസ്കറ്റ്ബോൾ പ്ലെയർ, ഞങ്ങൾ കമാൻഡർ എന്ന് പറയുന്നതിലും
ഞങ്ങളെ പോയി പറയുന്ന മീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇൻട്രഡക്ഷൻ, സെൽഫ് ഇൻട്രഡക്ഷൻ, അല്ലെങ്കിൽ ഞങ്ങൾ മീറ്റിങ്ങിൽ പോകുമ്പോൾ ഫോർമർ ഇന്ത്യൻ ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഫോർമർ ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു റെക്കഗ്നേഷൻ, അല്ലെങ്കിൽ ഞങ്ങൾ അറിയിക്കുന്നതിലും കൂടുതൽ പരിഗണനകളിൽ ആ ഓഫീസേഴ്സിൽ നിന്നും അല്ലെങ്കിൽ സീനിയർ ഓഫീസർ അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സിൽ നിന്നും ഒക്കെ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കോമൺവെൽത്തിൻ്റെ ഡ്യൂട്ടി ആയിട്ട് പോകുമ്പോഴേക്കും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരിക്കലും സ്പോർട്സുകാരൻ എന്ന നിലയിൽ കിട്ടുന്ന വേറൊരു സാധാരണ ഒരു സീനിയർ ഓഫീസർ അല്ലെങ്കിൽ IPS ഓഫീസർക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ പരിഗണനകളും അവരോട്ടുള്ള ഒരു അടുപ്പവും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്.